നമ്മുടെ എല്ലാം ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒന്നുണ്ട്. നമ്മോടൊപ്പം പഠിച്ചവരും കളിച്ച് നടന്നവരും നമ്മുടെ ജീവിതങ്ങളുമായിട്ട് ഏറെ അടുത്തിരുന്നവർ പലരും ഇടയ്ക്ക് വെച്ച് ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് കടന്നുപോയവരാണ്. കഴിഞ്ഞ വർഷം മാർച്ച് 22 ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ എന്ന് മാത്രമല്ല ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും ബൗളിംഗ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോൺ തൻ്റെ മറ്റൊരു സഹപ്രവർത്തകൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ റോഡ് മാർഷ് മരിച്ച വാർത്തയറിഞ്ഞ് കാലത്ത് 7:30 തൻ്റെ ട്വിറ്ററിൽ അനുശോചനം രേഖപ്പെടുത്തി. അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ ഷെയ്ൻ വോണിന് അറിയില്ലായിരുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം താനും ഈ ലോകത്തോട് വിട പറയുമെന്നും മറ്റുള്ളവർ തൻ്റെ മരണത്തെക്കുറിച്ചുള്ള അനുശോചനം അവരുടെ ട്വിറ്ററിൽ രേഖപ്പെടുത്തുമെന്നും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. 3-4 ആഴ്ചകൾക്ക് മുൻപല്ലേ നമ്മുടെ നാട്ടിലൊരു സാമൂഹിക പ്രവർത്തകൻ ആർക്കെങ്കിലും ഉപകരിക്കുമെന്ന് കരുതിയൊരു പള്ളിയിലെ ഖബർസ്ഥാനിൽ കബർ വെട്ടിയത്. അങ്ങനെ വെട്ടുമ്പോഴും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അന്ന് രാത്രി ആ ഖബറിൽ താനാണ് അടക്കം ചെയ്യപ്പെടാൻ പോകുന്നതെന്ന്. ക്ഷണിക്കാതെ കയറി വരുന്ന അതിഥിയാണ് മരണം. അതാരെ എപ്പോൾ പിടികൂടുമെന്ന് പറയുക സാധ്യമല്ല. രോഗിക്ക് മുൻപ് ആരോഗ്യവാനെയും, വൃദ്ധന് മുൻപ് യുവാവിനെയും, ഉപ്പക്ക് മുൻപ് മകനെയും, ജ്യേഷ്ഠന് മുൻപ് അനുജനെയും, ഭർത്താവിന് മുൻപ് ഭാര്യയെയും അത് കൊണ്ടുപോകാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്, ഒരിക്കലും മരിക്കാത്തവരെ പോലെ നിങ്ങൾ അധ്വാനിക്കണം, അടുത്ത നിമിഷത്തിൽ മരിക്കുന്നവരെ പോലെ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണം. മരണം മറ്റുള്ളവരെ തേടിയെത്തുമെങ്കിലും നമ്മളെ തേടിയെത്താൻ ഇനിയും സമയമുണ്ടെന്നൊരു തെറ്റായ ധാരണയുള്ളത് കൊണ്ടാണ് ഉപ്പയോടും ഉമ്മയോടും കൂടപ്പിറപ്പുകളോടും ഇണയോടുമെല്ലാം നാം പരുഷമായി പെരുമാറുന്നതും അവഗണിക്കുന്നതുമെല്ലാം. മാപ്പ് ചോദിക്കാനും തെറ്റുതിരുത്താനും ഇനിയും വർഷങ്ങളുണ്ടെന്നൊരു ധാരണ. ഈ ഒരു ധാരണയുള്ളത് കൊണ്ടല്ലേ ദിനേന തിരുത്താനുള്ള അവസരങ്ങൾ 5 നേരങ്ങളിൽ ഞാനും നിങ്ങളും നിർവഹിക്കുന്ന നമസ്കാരങ്ങളിലൂടെ ലഭിച്ചിട്ടും യാന്ത്രികമായ അശ്രദ്ധയോടെ ഞാനും നിങ്ങളുമെല്ലാം നമസ്കരിക്കുന്നത്. മരണം അടുത്തൊന്നും എത്തില്ല എന്ന തെറ്റായൊരു ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് നിയന്ത്രണമുള്ള കാരുണ്യമുള്ളൊരു മനുഷ്യനായി തീരാനുള്ള പരിശീലനം ഓരോ വർഷവും നാം അനുഷ്ഠിക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ലഭിച്ചിട്ടും വ്രതാനുഷ്ഠാനങ്ങൾ വിട പറയുന്നതോടെ പഴയ കുത്തഴിഞ്ഞ ജീവിതങ്ങളിലേക്കോടാൻ ഞാനും നിങ്ങളും വെമ്പൽ കൊള്ളുന്നതും. കുറച്ച് മാസങ്ങൾ